നമസ്കാരം. ഇന്ന് ഡിങ്ക യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ കാശ്മീരിലെ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെഹൽഗാം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒത്തിരി കുതിരകളെ കാണാൻ പറ്റും. നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഓംലെറ്റൊക്കെ അടിച്ച് ഇവിടുന്ന് യാത്ര തുടങ്ങാം. ഈ ഓംലെറ്റൊക്കെ അടിക്കുന്ന ഒരു സുഖം ഭയങ്കര രസമാണ്. കാരണം നല്ല തണുപ്പത്ത് മഞ്ഞ് ആദ്യമേ കാണുന്നത് ഭയങ്കര ഒരു അത്ഭുതം നിറങ്ങിയ ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ നിന്ന് ഓംലെറ്റിൻ്റെ ആ ഒരു ചൂടൊക്കെ പറ്റി നമുക്ക് വലിയൊരു യാത്രയാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഇവിടുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് മലകളൊക്കെ താണ്ടി ഇങ്ങനെ കുതിരപ്പുറത്ത് നമുക്ക് സിനിമകളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു അവസരം. ഇത് കണ്ടാൽ നമ്മുടെ ഇന്ത്യയാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാടെന്ന് പറയുമ്പം കാശ്മീരിലാണ് ഈ സ്ഥലം. കാശ്മീരിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാഴ്ചകൾ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിരിക്കും. ഇപ്പം ഒരിക്കലും നഷ്ടപ്പെടാതെ കാണാൻ പറ്റുമെങ്കിൽ കാണണം. ഒരിക്കലും മിസ്സാക്കരുതേ. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കുതിര റൈഡ്, ആയിരക്കണക്കിന് കുതിരകളെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കുതിരപ്പുറത്തേറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ കാണാം. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ എത്തുന്നത് വലിയൊരു മൈതാനം പോലെ ഒരു സ്ഥലമാണ്. ആ കവാടം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മൈതാനത്തെത്തും. അവിടെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയവും അവിടെ ഈ കട്ട തണുപ്പത്ത് നല്ല ചൂട് നൂഡിൽസൊക്കെ കിട്ടും. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിരിക്കണം. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഇവർ ഈ വലിയ കയറ്റം, അത് ഓക്സിജൻ്റെ ഒക്കെ കുറവുള്ള സ്ഥലമാണ്. കണ്ടില്ലേ, ഇതുപോലെയുള്ള ആൾക്കാർ കുതിരനെ പിടിച്ച് വലിയ കയറ്റം കയറി. ഇവർ ഈ ഗ്രാമത്തിൽ തന്നെയുള്ള ആൾക്കാരാണ്. ഇവർ ഈ തണുപ്പുള്ള സമയത്ത് കുതിരകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇവരുടെ പ്രധാന തൊഴിൽ. ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാഴ്ചയാണ്. എപ്പോഴെങ്കിലും കാശ്മീർ പോകാനൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ഈ വണ്ടർലാൻഡ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പം ഡിങ്ക യാത്ര ഇന്നിവിടെ ഈ കുതിരകളുടെ കൂടെ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയ ചേട്ടനെയാണ് ഈ വീഡിയോ കാണിക്കുന്നത്.